ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പഴവും മുട്ടയൊക്കെ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു എത്രത്തോളം നിങ്ങൾക്ക് നെയ്യ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യ് കുറച്ച് മതിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. 2 ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനം കുറഞ്ഞിട്ടാണ്, എന്നാൽ ഒരുപാട് കുറഞ്ഞു പോയാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നെയ്യ് ചൂടാകുമ്പോൾ ഈ ഏത്തപ്പഴം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നെയ്യ് ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യുടെ അളവൊക്കെ കുറയ്ക്കാവുന്നതാണ്. ഒരു സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് പോകാനായിട്ട് നിൽക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങളെടുക്കുന്ന പാത്രം അനുസരിച്ചിട്ട്, ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കുന്ന പാത്രം അനുസരിച്ചിട്ട് ഇതിലേക്കുള്ള പഴമൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ട് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള നട്ട്സൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പിനടുത്ത് ഒരു 1/4 കപ്പൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ടാവും. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. തേങ്ങ ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയെടുക്കാം. തേങ്ങ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ശർക്കര അങ്ങ് മെൽറ്റായി പോവും. എന്നിട്ടത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഏത്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന പാത്രം അനുസരിച്ചിട്ടും പഴത്തിൻ്റെ അളവനുസരിച്ചിട്ടും ചിലപ്പോൾ മുട്ടയുടെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ കുറച്ച് മാത്രം നെയ്യൊന്ന് ഇതിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ഒന്ന് അടിച്ചു വെച്ചിട്ടുള്ളത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ഒരു ഏത്തപ്പഴം ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് സൈഡിലേക്ക് ആവാതെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഏത്തപ്പഴം നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള പഴം കുറവായതുകൊണ്ട് 2 പീസ് വാട്ടാതെയുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴം ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കാതെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ തിരിച്ച് ഒന്ന് മൊരിക്കുമ്പോൾ അതങ്ങ് ഓക്കെ ആയി വന്നോളും. അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ അടിയിൽ ഒട്ടും കരിഞ്ഞു പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇതിന് ഈ പാനിലേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സൈഡ് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ ആ സൈഡും ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചൂടോടെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഏത്തപ്പഴവും തേങ്ങയും മുട്ടയും ഒക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ഹെൽത്തിയുമാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്